വിവിധ രാജ്യങ്ങളിലുള്ള മലയാളി പ്രവാസികൾ 2023 മാത്രം തങ്ങളുടെ നാടായ കേരളത്തിലേക്ക് അയച്ചത് 2,16,893 കോടി രൂപയോളമാണ്. 22 ലക്ഷത്തിലധികം മലയാളികളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവാസിയായി ജീവിക്കുന്നത്. 2023 കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കുടിയേറ്റത്തിലെ പുത്തൻ സ്വഭാവ സവിശേഷതകൾ കേരളത്തിന്റെ ജനസംഖ്യയിലും സമ്പദ് വ്യവസ്ഥയിലും കാര്യമായ സ്വാധീനം ചെലുത്തുന്നതായും ഇക്കാര്യത്തിൽ നയപരമായ ഇടപെടലുകൾ ആവശ്യമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ ഇരുദയ രാജന്റെ നേതൃത്വത്തിൽ നടത്തിയ മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് ലോക കേരള സഭയുടെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറുകയും ചെയ്തു. കോവിഡ് മഹാമാരിക്കാലത്തുണ്ടായ ഇടിവിന് ശേഷം 2023 കേരളത്തിലേക്ക് എത്തുന്ന ആകെ പ്രവാസി പണത്തിന് വൻ കുതിച്ചുചാട്ടമുണ്ടായതായും റിപ്പോർട്ട് പറയുന്നുണ്ട്. 2018 കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടിൽ 85,092 കോടി രൂപയായിരുന്നു നാട്ടിലേക്ക് എത്തുന്ന ആകെ NRI പണമായി കണ്ടെത്തിയിരുന്നതെങ്കിൽ 5 വർഷത്തിനിപ്പുറം അതിൽ 154.9% വർധനവ് കാണിക്കുന്നുണ്ട്. പ്രവാസികൾ അവരുടെ കേരളത്തിലെ വീടുകളിലേക്ക് അയക്കുന്ന പണത്തിലും ഗണ്യമായ വർധന 2023 കാണിക്കുന്നുണ്ട്. 37,058 കോടി രൂപ അയച്ചതായാണ് സർവേ സൂചിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ NRI നിക്ഷേപങ്ങളിൽ 21% വിഹിതം കേരളത്തിൻ്റെതാണ്. 2019 മുതൽ ഈ കണക്കിൽ സ്ഥിരത കാണിക്കുന്നുമുണ്ട്. നാട്ടിലേക്കുള്ള NRI പണത്തിന്റെ അളവിൽ വലിയ വർധനവുണ്ടെങ്കിലും കേരളത്തിൽ നിന്നുള്ള പ്രവാസികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഗണ്യമായ വർധനയുണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. 2018 21 ലക്ഷമായിരുന്ന പ്രവാസികളുടെ എണ്ണം 2023 22 ലക്ഷത്തിൽ എത്തി നിൽക്കുകയാണ്. വിദ്യാർത്ഥി കുടിയേറ്റം വൻതോതിൽ വർദ്ധിച്ചതാണ് പ്രവാസികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാകാതെ തുടരുന്നതെന്ന വസ്തുതയും റിപ്പോർട്ട് കാണിക്കുന്നുണ്ട്. 2018 1,29,763 വിദ്യാർത്ഥി കുടിയേറ്റക്കാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2023 അത് 2,50,000 വർദ്ധിച്ചു. കേരളത്തിൽ നിന്നുള്ള പ്രവാസത്തിന്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ കണക്കെന്ന് പറയുന്ന സർവേ റിപ്പോർട്ട്.